1 ദിനവൃത്താന്തം അധ്യായം 23. ദാവീദ് വയോധികനും കാലസമ്പൂർണനുമായപ്പോൾ തന്റെ മകനായ ശലോമോനെ ഇസ്രായേലിന് രാജാവാക്കി. അവൻ ഇസ്രായേലിന്റെ പ്രഭുക്കന്മാരെയും പുരോഹിതന്മാരെയും ലേവ്യരെയും എല്ലാം കൂട്ടിവരുത്തി. ലേവ്യരിൽ 30 വയസ്സ് മുതൽ മേലോട്ടുള്ളവരെ എണ്ണി. ആളെണ്ണം പേരുപേരായി അവർ 38,000 അവരിൽ 24,000 പേർ യഹോവയുടെ ആലയത്തിലെ വേല നടത്തേണ്ടുന്നവരും 6,000 പേർ പ്രമാണികളും ന്യായാധിപന്മാരും 4,000 പേർ വാതിൽ കാവൽക്കാരും 4,000 പേർ സ്തോത്രം ചെയ്യേണ്ടതിന് ദാവീദ് ഉണ്ടാക്കിയ വാദ്യങ്ങളാൽ യഹോവയെ സ്തുതിക്കുന്നവരുമായിരുന്നു. ദാവീദ് അവരെ ലേവി പുത്രന്മാരായ ഗർശോൻ, കെഹാത്ത്, മെരാരി എന്നീ ക്രമപ്രകാരം കൂറുകളായി വിഭാഗിച്ചു. ഗർശോന്യർ ലദ്ദാൻ, ശിമെയി. ലദ്ദാന്റെ പുത്രന്മാർ തലവനായ യെഹിയേൽ, സേഥാം, യോവേൽ ഇങ്ങനെ 3 പേർ. ശിമെയിയുടെ പുത്രന്മാർ ഷെലോമീത്, ഹസിയേൽ, ഹാരാൻ ഇങ്ങനെ 3 പേർ. ഇവർ ലദ്ദാന്റെ പിതൃഭവനങ്ങൾക്ക് തലവന്മാരായിരുന്നു. ശിമെയിയുടെ പുത്രന്മാർ യഹത്ത്, സീന, യെയൂഷ്, ബെരിയാം. ഈ 4 പേർ ശിമെയിയുടെ പുത്രന്മാർ. യഹത്ത് തലവനും സീന രണ്ടാമനുമായിരുന്നു. യെയൂഷിനും ബെരിയയ്ക്കും അധികം പുത്രന്മാരില്ലാതിരുന്നതുകൊണ്ട് അവർ ഏകപിതൃഭവനമായി എണ്ണപ്പെട്ടിരുന്നു. കെഹാത്തിന്റെ പുത്രന്മാർ അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൻ, ഉസിയേൽ ഇങ്ങനെ 4 പേർ. അമ്രാമിന്റെ പുത്രന്മാർ അഹരോൻ, മോശെ. അഹരോനും പുത്രന്മാരും അതിവിശുദ്ധ വസ്തുക്കളെ ശുദ്ധീകരിപ്പാനും യഹോവയുടെ സന്നിധിയിൽ ധൂപം കാട്ടുവാനും അവന് ശുശ്രൂഷ ചെയ്യുവാനും എപ്പോഴും അവന്റെ നാമത്തിൽ അനുഗ്രഹിപ്പാനും സദാകാലത്തേക്കും വേർതിരിക്കപ്പെട്ടിരുന്നു. ദൈവപുരുഷനായ മോശയുടെ പുത്രന്മാരെയോ ലേവി ഗോത്രത്തിൽ എണ്ണിയിരുന്നു. മോശയുടെ പുത്രന്മാർ ഗെർഷോം, എലിയേസർ. ഗെർഷോമിന്റെ പുത്രന്മാരിൽ ഷെബൂവേൽ തലവനായിരുന്നു. എലിയേസറിന്റെ പുത്രന്മാർ രഹബ്യാവ് തലവൻ. എലിയേസറിന് വേറെ പുത്രന്മാരുണ്ടായിരുന്നില്ല, എങ്കിലും രഹബ്യാവിന് വളരെ പുത്രന്മാരുണ്ടായിരുന്നു. ഇസ്ഹാറിന്റെ പുത്രന്മാരിൽ ഷെലോമീത് തലവൻ. ഹെബ്രോന്റെ പുത്രന്മാരിൽ യെരിയാവ് തലവനും അമര്യാവ് രണ്ടാമനും യഹസിയേൽ മൂന്നാമനും യഖമെയാം 4-മനുമായിരുന്നു. ഉസിയേലിന്റെ പുത്രന്മാരിൽ മീഖ തലവനും ഇഷിയാവ് 2-മനുമായിരുന്നു. മെരാരിയുടെ പുത്രന്മാർ മഹ്ലി, മൂഷി. മഹ്ലിയുടെ പുത്രന്മാർ എലയാസാർ, കീഷ്. എലയാസാർ മരിച്ചു, അവന് പുത്രിമാരല്ലാതെ പുത്രന്മാരുണ്ടായിരുന്നില്ല. കീഷിന്റെ പുത്രന്മാരായ അവരുടെ സഹോദരന്മാർ അവരെ വിവാഹം ചെയ്തു. മൂഷിയുടെ പുത്രന്മാർ മഹ്ലി, ഏദർ, യെരേമോത്ത് ഇങ്ങനെ 3 പേർ. ഇവർ കുടുംബമായി ആളെണ്ണം പേരുപേരായി എണ്ണപ്പെട്ട പ്രകാരം തങ്ങളുടെ പിതൃഭവനങ്ങൾക്ക് തലവന്മാരായ ലേവി പുത്രന്മാർ. അവർ 20 വയസ്സ് മുതൽ മേലോട്ട് യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയിൽ വേല ചെയ്തു വന്നു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ തന്റെ ജനത്തിന് സ്വസ്ഥത കൊടുത്തു. യെരുശലേമിൽ എന്നേക്കും വസിക്കുന്നുവല്ലോ. ആകയാൽ ലേവ്യർക്ക് ഇനി തിരുനിവാസവും അതിലെ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളൊന്നും ചുമപ്പാൻ ആവശ്യമില്ല എന്ന് ദാവീദ് പറഞ്ഞു. ദാവീദിന്റെ അന്ത്യകൽപ്പനകളാൽ ലേവ്യരെ 20 വയസ്സ് മുതൽ മേലോട്ട് എണ്ണിയിരുന്നു. അവരുടെ മുറയോ യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കായി പ്രാകാരങ്ങളിലും അറകളിലും സകല വിശുദ്ധ വസ്തുക്കളെയും ശുദ്ധീകരിക്കുന്നതിലും ദേവാലയത്തിലെ ശുശ്രൂഷയുടെ വേലയ്ക്ക് അഹരോന്റെ പുത്രന്മാരെ സഹായിക്കുന്നതും കാഴ്ചയപ്പവും പുളിപ്പില്ലാത്ത ദോശകളായും ചട്ടിയിൽ ചുടുന്നതായും കുതിർക്കുന്നതായും അർപ്പിക്കുന്ന ഭോജനയാഗത്തിനുള്ള നേരിയ മാവും സകലവിധ പരിമാണവും അളവും നോക്കുന്നതും രാവിലെയും വൈകുന്നേരവും യഹോവയെ വാഴ്ത്തി സ്തുതിക്കേണ്ടതിന് ഒരുങ്ങി നിൽക്കുന്നതും യഹോവയ്ക്ക് ശബത്തുകളിലും അമാവാസ്യകളിലും ഉത്സവങ്ങളിലും യഹോവയുടെ സന്നിധിയിൽ നിരന്തരം അവയെക്കുറിച്ചുള്ള നിയമത്തിനനുസരണയായ സംഖ്യപ്രകാരം ഹോമയാഗങ്ങളെ അർപ്പിക്കുന്നതും
സമാഗമന കൂടാരത്തിൻ്റെ കാര്യവും വിശുദ്ധ സ്ഥലത്തിൻ്റെ കാര്യവും യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയിൽ അവരുടെ സഹോദരന്മാരായ അഹരോന്റെ പുത്രന്മാരുടെ കാര്യവും വിചാരിക്കുന്നതും തന്നെ. 1 ദിനവൃത്താന്തം അധ്യായം 24. അഹരോന്റെ പുത്രന്മാരുടെ കൂറുകളോ. അഹരോന്റെ പുത്രന്മാർ നാദാബ്, അബീഹു, എലയാസാർ, ഈഥാമാർ. നാദാബും അബീഹുവും അവരുടെ അപ്പനു മുൻപേ മരിച്ചുപോയി. അവർക്ക് പുത്രന്മാർ ഉണ്ടായിരുന്നതുമില്ല. അതുകൊണ്ട് എലയാസാറും ഈഥാമാരും പൗരോഹിത്യം നടത്തി. ദാവീദ് എലയാസാറിന്റെ പുത്രന്മാരിൽ സാദോക്, ഈഥാമാരിന്റെ പുത്രന്മാരിൽ അഹിമേലേക്ക് എന്നിവരുമായി അവരെ അവരുടെ ശുശ്രൂഷയുടെ മുറപ്രകാരം വിഭാഗിച്ചു. ഈഥാമാരിന്റെ പുത്രന്മാരിലുള്ളതിനേക്കാൾ എലയാസാറിന്റെ പുത്രന്മാരിൽ അധികം തലവന്മാരെ കണ്ടതുകൊണ്ട് എലയാസാറിന്റെ പുത്രന്മാരിൽ 16 പിതൃഭവന തലവന്മാരും ഈഥാമാരിന്റെ പുത്രന്മാരിൽ 8 പിതൃഭവന തലവന്മാരുമായി വിഭാഗിച്ചു. എലയാസാറിന്റെ പുത്രന്മാരിലും ഈഥാമാരിന്റെ പുത്രന്മാരിലും വിശുദ്ധ സ്ഥലത്തിന്റെ പ്രഭുക്കന്മാരും ദേവാലയത്തിന്റെ പ്രഭുക്കന്മാരുമുള്ളതുകൊണ്ട് അവരെ തരഭേദം കൂടാതെ ചീട്ടിട്ട് വിഭാഗിച്ചു. എലയാസാറിന്റെ പുത്രന്മാരിലും ഈഥാമാരിന്റെ പുത്രന്മാരിലും വിശുദ്ധ സ്ഥലത്തിന്റെ പ്രഭുക്കന്മാരും ദേവാലയത്തിന്റെ പ്രഭുക്കന്മാരും ഉള്ളതുകൊണ്ട് അവരെ തരഭേദം കൂടാതെ ചീട്ടിട്ട് വിഭാഗിച്ചു. ലേവ്യരിൽ നെഥനയേലിന്റെ മകനായ ശെമയ്യ ശാസ്ത്രി രാജാവിനും പ്രഭുക്കന്മാർക്കും പുരോഹിതനായ സാദോക്കിനും അബ്യാഥാരിന്റെ മകനായ അഹിമേലേക്കിനും പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും പിതൃഭവന തലവന്മാർക്കും മുൻപാകെ ഒരു പിതൃഭവനം എലയാസാറിനും മറ്റൊന്ന് ഈഥാമാരിനുമായി ചീട്ട് വന്നത് എഴുതിവെച്ചു. 1-ാമത്തെ ചീട്ട് യഹോയാരീബിനും 2-ാമത്തേത് യദായാവിനും 3-ാമത്തേത് ഹാരീമിനും 4-ാമത്തേത് ഷെയോരീമിനും 5-ാമത്തേത് മൽക്കിയാവിനും 6-ാമത്തേത് മിയാമിനും 7-ാമത്തേത് ഹാക്കോസിനും 8-ാമത്തേത് അബിയാവിനും 9-ാമത്തേത് യേശൂവയ്ക്കും 10-ാമത്തേത് ശെഖന്യാവിനും 11-ാമത്തേത് എല്യാഷീബിനും 12-ാമത്തേത് യാഖീമിനും 13-ാമത്തേത് ഹുപ്പയ്ക്കും 14-ാമത്തേത് യേശബെയാമിനും 15-ാമത്തേത് ബിൽഗയ്ക്കും 16-ാമത്തേത് ഇമ്മേരിനും 17-ാമത്തേത് ഹേസീരിനും 18-ാമത്തേത് ഹപ്പിസേസിനും 19-ാമത്തേത് പെദഹ്യാവിനും 20-ാമത്തേത് യഹസ്കേലിനും 21-ാമത്തേത് യാഖീനും 22-ാമത്തേത് ഗാമൂലിനും 23-ാമത്തേത് ദലായാവിനും 24-ാമത്തേത് മയസ്യാവിനും വന്നു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അവരുടെ പിതാവായ അഹരോനോട് കൽപ്പിച്ചതുപോലെ അവൻ അവർക്ക് കൊടുത്ത നിയമപ്രകാരം അവരുടെ ശുശ്രൂഷയ്ക്കായിട്ട് യഹോവയുടെ ആലയത്തിലേക്ക് അവർ വരേണ്ടുന്ന ക്രമം ഇതായിരുന്നു. ശേഷം ലേവി പുത്രന്മാരോ അമ്രാമിന്റെ പുത്രന്മാരിൽ ശൂബായേൽ, ശൂബായേലിന്റെ പുത്രന്മാരിൽ യഹ്തെയാവ്, രഹബ്യാവോ, രഹബ്യാവിന്റെ പുത്രന്മാരിൽ തലവൻ യിഷ്യാവ്, ഇസ്ഹാര്യരിൽ ശലോമോത്ത്, ശലോമോത്തിന്റെ പുത്രന്മാരിൽ യഹത്ത്, ഹെബ്രോന്റെ പുത്രന്മാർ യെരിയാവ് തലവൻ, അമര്യാവ് 2-ാമൻ, യഹസിയേൽ 3-ാമൻ, യഖമയാം 4-ാമൻ. ഉസിയേലിന്റെ പുത്രന്മാർ മീഖ, മീഖയുടെ പുത്രന്മാർ ഷാമീർ, മീഖയുടെ സഹോദരൻ യിഷ്യാവ്, യിഷ്യാവിന്റെ പുത്രന്മാരിൽ സെക്കരിയാവ്. മെരാരിയുടെ പുത്രന്മാർ മഹ്ലി, മൂഷി. യയസ്യാവിന്റെ പുത്രന്മാർ ബെനോ. മെരാരിയുടെ പുത്രന്മാർ യയസ്യാവിൽ നിന്നുത്ഭവിച്ച ബെനോ, ഷോഹം, സക്കൂർ, ഇബ്രി. മഹ്ലിയുടെ മകൻ എലയാസാർ, അവന് പുത്രന്മാരുണ്ടായില്ല. കീശോ, കീഷിന്റെ പുത്രന്മാർ യെരമയേൽ. മൂഷിയുടെ പുത്രന്മാർ മഹ്ലി, ഏദർ, യെരീമോത്ത്.
ഇവർ പിതൃഭവനമായി ലേവിയുടെ പുത്രന്മാർ. അവരും അഹരോന്റെ പുത്രന്മാരായ തങ്ങളുടെ സഹോദരന്മാരെ പോലെ തന്നെ ദാവീദ് രാജാവിനും സാദോക്കിനും അഹീമേലെക്കിനും പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും പിതൃഭവന തലവന്മാർക്കും മുൻപാകെ അതത് പിതൃഭവനത്തിൽ ഓരോ തലവൻ താന്താന്റെ ഇളയ സഹോദരനെ പോലെ തന്നെ ചീട്ടിട്ടു. 1 ദിനവൃത്താന്തം അധ്യായം 25. ദാവീദും സേനാധിപതിമാരും കിന്നരം, വീണ, കൈത്താളം എന്നിവ കൊണ്ട് പ്രവചിക്കുന്നവരായ ആസാഫിന്റെയും ഹേമാന്റെയും യദൂഥൂന്റെയും പുത്രന്മാരെ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചു. ഈ ശുശ്രൂഷയിൽ വേല ചെയ്തവരുടെ സംഖ്യയാവിത്. ആസാഫിന്റെ പുത്രന്മാരോ രാജാവിന്റെ കൽപ്പനയാൽ പ്രവചിച്ച ആസാഫിന്റെ കീഴിൽ ആസാഫിന്റെ പുത്രന്മാരായ സക്കൂർ, യോസേഫ്, നെഥന്യാവ്, അശരേല. യദൂഥൂന്യരോ യഹോവയെ വാഴ്ത്തി സ്തുതിക്കുന്നതിൽ കിന്നരം കൊണ്ട് പ്രവചിച്ച തങ്ങളുടെ പിതാവായ യദൂഥൂന്റെ കീഴിൽ ഗെദല്യാവ്, സെരി, യെശയ്യാവ്, ഹശബ്യാവ്, മത്ഥിത്യാവ് എന്നിങ്ങനെ യദൂഥൂന്റെ പുത്രന്മാർ 6 പേർ. ഹേമാന്യരോ ബുക്കിയാവ്, മഥന്യാവ്, ഉസിയേൽ, ഷെബൂവേൽ, യെരീമോത്ത്, ഹനന്യാവ്, ഹനാനി, എലിയാദ, ഗിദ്ദൽ തീ, രോമം തീ, ഏസർ, യൊഷ്ബെക്കാശ, മലോതി, ഹോദീർ, മഹസിയോത്ത് എന്നിവർ ഹേമാന്റെ പുത്രന്മാർ. ഇവരെല്ലാവരും ദൈവത്തിന്റെ വചനങ്ങളിൽ രാജാവിന്റെ ദർശകനായ ഹേമാന്റെ പുത്രന്മാർ. അവന്റെ കൊമ്പുയർത്തേണ്ടതിന് ദൈവം ഹേമാന് 14 പുത്രന്മാരെയും 3 പുത്രിമാരെയും കൊടുത്തിരുന്നു. ഇവരെല്ലാവരും ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്ക് കൈത്താളങ്ങളാലും വീണകളാലും കിന്നരങ്ങളാലും യഹോവയുടെ ആലയത്തിൽ സംഗീതത്തിനായി താന്താങ്ങളുടെ അപ്പന്റെ കീഴിലും ആസാഫും യദൂഥൂനും ഹേമാനും നേരെ രാജാവിന്റെ കൽപ്പനയ്ക്ക് കീഴിലുമായിരുന്നു. യഹോവയ്ക്ക് സംഗീതം ചെയ്യുവാൻ അഭ്യാസം പ്രാപിച്ച നിപുണന്മാരായവരുടെ സകല സഹോദരന്മാരുമായി അവരുടെ സംഖ്യ 288. താന്താങ്ങളുടെ ഉദ്യോഗക്രമം നിശ്ചയിക്കേണ്ടതിന് അവർ ചെറിയവനും വലിയവനും ഗുരുവും ശിഷ്യനും ഒരുപോലെ ചീട്ടിട്ടു. 1-ാമത്തെ ചീട്ട് ആസാഫിനു വേണ്ടി യോസേഫിനു വന്നു. 2-ാമത്തേത് ഗെദല്യാവിനു വന്നു. അവനും സഹോദരന്മാരും അവന്റെ പുത്രന്മാരും കൂടി 12 പേർ. 3-ാമത്തേത് സക്കൂറിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 4-ാമത്തേത് ഇസ്രയ്ക്ക് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 5-ാമത്തേത് ഖെദന്യാവിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 6-ാമത്തേത് ബുക്കിയാവിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 7-ാമത്തേത് യശരേലേക്ക് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 8-ാമത്തേത് യെശയ്യാവിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 9-ാമത്തേത് മഥന്യാവിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 10-ാമത്തേത് ഷിമെയിക്ക് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 11-ാമത്തേത് അസരേലിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 12-ാമത്തേത് ഹശബ്യാവിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 13-ാമത്തേത് ശൂബായേലിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 15-ാമത്തേത് യെരീമോത്തിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 16-ാമത്തേത് ഹനന്യാവിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 17-ാമത്തേത് യൊഷ്ബെക്കാശയ്ക്ക് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 18-ാമത്തേത് ഹനാനിക്ക് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 19-ാമത്തേത് മല്ലോഥിക്ക് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 20-ാമത്തേത് എലിയാദയ്ക്ക് വന്നു.
അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 21 ഹോതീരിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 22 ഗിദ്ദൽതിക്ക് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 23 മഹസിയോത്തിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 24 രോമംതിയേസരിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ.